എവിടെ കുറച്ച് തുണി ഉണ്ടൊക്കെ മടക്കി വെക്കുക, ഇന്നലെ ഉണങ്ങിയത്. എന്താ വേണ്ട, എന്താ ഉദ്ദേശിക്കണ ചേട്ടൻ? ആ, ചക്ക വരട്ടിയുണ്ട്. പായസം വേണോ? ശരിയാക്കി കളയാ. ചക്ക പായസം ഉണ്ടാക്കി തരാം, അടിപൊളിയായിട്ട്. ആ, ചക്കപ്രഥമം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങണ്ടേ. അപ്പൊ ഇന്ന് അത്താണല്ലോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ പ്രസാട്ടിന്റെയും വക അത്തം ദിന ആശംസകൾ. അപ്പൊ ഞാൻ ചക്കപ്പായസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി ഇന്ന് ഞാൻ വിശേഷ ദിവസം ആയതുകൊണ്ട് ഞാൻ ചക്കപ്രഥമനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങാപ്പാൽ പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ഞാൻ എല്ലാ ഇതിലും പറയാറുണ്ട്, ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് പായസത്തിനും ഓലനും ഒക്കെ യൂസ് ചെയ്യാറ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓണത്തിന് അന്ന് തിരക്കുള്ള ഒരു ദിവസത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിയാനും ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഒരു തേങ്ങാപ്പാൽ പൊടി വെച്ചിട്ട് ഈ പ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അന്ന് സദ്യയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചക്കപ്രഥമനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചക്ക വരട്ടിയത് ഉണ്ടായിരുന്നത് കുറച്ച് കട്ടിയായിരുന്നു, ഫ്രിഡ്ജിലിരുന്നിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇതിങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയണം. അപ്പോൾ നിങ്ങൾ മേടിക്കണ ചക്ക വരട്ടിയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആണെങ്കിൽ തിളച്ച വെള്ളത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതുപോലെ ആവും. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് വെള്ളം കൂട്ടി അടിച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതാണ് ചക്ക വരട്ടി. ഇങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ തേങ്ങാപ്പാൽ പൊടി ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് പിഴിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പിഴിഞ്ഞാൽ എത്രയായാലും തേങ്ങാപ്പാലൊന്നും കിട്ടില്ല മുഴുവനായിട്ട്, കയ്യിന് ഇത്തിരി വേദനയുണ്ട്. അപ്പോൾ പിന്നെ ശർക്കര, ഞാൻ ഈ ശർക്കര മതിയാവില്ല, ഇതിലുള്ള ശർക്കര മതിയാവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര ഉരുക്കി ചേർക്കുന്നുണ്ട്. പിന്നെ വറുത്തിടാനായിട്ട് തേങ്ങാക്കൊത്തും നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നെയ്യിൽ വറുത്തിടണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ചക്ക വരട്ടിയതും വെള്ളവും കൂടിയിട്ടാണിത്. ഞാൻ ചെറുതായിട്ടൊന്നും അടിച്ചേ ഉള്ളൂ, ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അവിടെ എവിടെയും. അത് കുറച്ചും കൂടി തിളയ്ക്കുമ്പോൾ അരിഞ്ഞോളൂ. ഇത് നമുക്ക് ഉരുക്കി വെച്ചേക്കണം ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ നമ്മൾ മേടിക്കുന്ന പൊടിയാണെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സദ്യയുടെ ഓണത്തിൻ്റെ അന്ന് സദ്യയുടെ തിരക്കിനൊക്കെ ഇടയ്ക്ക് ഒരു പാൽപ്പായസം എന്തായാലും നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ ശർക്കര പായസം കൂടി വേണമെന്നുണ്ടെങ്കിൽ ചക്ക വരട്ടിയൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അതൊക്കെ മേടിച്ച് വെച്ചാൽ, പഴം വരട്ടിയത് അങ്ങനെ കിട്ടില്ല. പഴം വരട്ടിയതാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പഴം വരട്ടി വെച്ചാലും ഓണത്തിന് മുന്നേ തന്നെ നമ്മൾ വരട്ടി വെച്ചാലും ഇതുപോലെ തന്നെ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് പഴപ്പായസം ഉണ്ടാക്കാം. പഴം വരട്ടിയത് അങ്ങനെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടാറില്ല സാധാരണ. പക്ഷെ ചക്ക വരട്ടിയത് തൃശ്ശൂരും ഇവിടെ കോഴിക്കോടും ഒക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അത് മറ്റേ പരിപ്പും ഇതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പണിയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ നേരത്തെ വരട്ടി വെച്ചതൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിനൊരു ശർക്കര പായസം കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇതൊന്ന് മിക്സ് ആവട്ടെ നല്ലോണം. അപ്പോഴേക്കും ഞാൻ തേങ്ങാപ്പാൽ കലക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കറുത്ത ശർക്കര ആയതുകൊണ്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമ്മൾ സദ്യക്കൊക്കെ ചക്കപ്പായസം കിട്ടില്ലേ, അതിന് ഏകദേശം ഇങ്ങനെ ഡാർക്ക് കളറാണ് ഉണ്ടാവുക. അതേപോലത്തെ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ്.
ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കണം. കലങ്ങാതെ കിടക്കുന്ന ഓരോ കഷ്ണങ്ങളുണ്ട്, അത് തിളയ്ക്കുമ്പോൾ അലിഞ്ഞു പൊക്കോളൂ കേട്ടോ. നമ്മൾ അരിച്ചൊഴിക്കണമെങ്കിൽ അരിച്ചൊഴിക്കാൻ തേങ്ങാപ്പാൽ, കഷ്ണങ്ങൾ അല്ല കട്ടയായിട്ട് വീഴണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചാൽ മതി. ഇത് നല്ല കളറും വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തിന്. രണ്ടാം പാല് ഒന്നാം പാല് അങ്ങനെ ഒന്നും മെനക്കെടാൻ നിൽക്കണ്ട. നമുക്ക് എളുപ്പം പെട്ടെന്ന് വേണമെന്നുള്ള സമയത്ത് ഉണ്ടാക്കാം. ഞാൻ എല്ലാ പായസത്തിനും ഓലന് ഒക്കെ തേങ്ങാപ്പാൽ ഇങ്ങനെ പിന്നെ കറികളൊക്കെ ഉണ്ടാവില്ല, ചില തേങ്ങാപ്പാൽ ഒഴിച്ച മസാലക്കറികൾ അങ്ങനത്തേലൊക്കെ ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് വാങ്ങാറ്. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാം, തേങ്ങാക്കൊത്ത് വറുത്തിടാം. നമ്മുടെ പായസം നല്ലോണം തിളച്ചു. തേങ്ങാപ്പാൽ നമ്മൾ പൊടി കലക്കി ഒഴിച്ചതുകൊണ്ട് അധികം തിളയ്ക്കൊന്നും വേണ്ട, നമുക്ക് ഓഫാക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡിയായി. നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, ഞാൻ തേങ്ങാക്കൊത്ത് വറക്കുക. ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ വറുത്താൽ മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം, പക്ഷേ ട്രഡീഷണലായിട്ട് നമ്മൾ പ്രഥമനിലൊക്കെ ഇതാണ് ചേർക്കുക. പഴപ്രഥമനിലും ചക്കപ്രഥമനിലും. നമ്മുടെ തേങ്ങയൊക്കെ കളറ് മാറിയിട്ടുണ്ട്, ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. നമുക്ക് നെയ്യോട് കൂടി ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ചക്കപ്രഥമൻ റെഡിയായി. ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും അപ്പം ആശംസകൾ. ഇന്നത്തെ പ്രത്യേക വിഭവം ചക്കപ്പായസം നല്ല ടേസ്റ്റാണ്. എല്ലാം ചക്ക വരട്ടി വെച്ചവർ അത് ഉണ്ടാക്കി നോക്കുക. അല്ലാത്ത ചക്ക വരട്ടി ഇല്ലാത്തവർ ചക്ക വരട്ടി വാങ്ങി കിട്ടും, അത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ അത്താഘോഷം ഈ ചക്കപ്പായസം നിന്ന് തുടങ്ങാം, അങ്ങനെ ഓണാഘോഷം വരെ അങ്ങനെ പോട്ടെ. എല്ലാവർക്കും ആശംസകൾ. വേറെ വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.